ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരായ സമരം കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തുവെന്ന് BJP നേതൃത്വത്തിനെതിരെ വിമർശനം. ഓൺലൈനിൽ ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ നേതൃത്വത്തിന് സാധിച്ചില്ലെന്നും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഇന്ന് UDF-ന്റെ പന്തളത്തെ വിശ്വാസ സംരക്ഷണ യാത്രാ സമാപനമൊക്കെ ഗംഭീരമായി സംഘടിപ്പിക്കപ്പെട്ടതാണ്. സമാനമായ രീതിയിൽ പലയിടങ്ങളിലും വിശ്വാസ സംരക്ഷണ യാത്രകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി ഈ സുവർണാവസരം എന്നതാണോ BJP-ക്കുള്ളിലെ വിലയിരുത്തൽ? സംസ്ഥാന നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനമാണോ ഇന്ന് ഉയർന്നത്? ഹരി, തീർച്ചയായിട്ടും അരുൺ, ഒരിക്കൽ കൂടി ലഭിച്ച സുവർണാവസരം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള വിലയിരുത്തലാണ് സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തും തന്നെ ഓൺലൈൻ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഇന്നുണ്ടായിട്ടുള്ളത്. BJP സംസ്ഥാന നേതൃത്വം ഒരു തരത്തിലും സമരങ്ങളുമായി സജീവമായി നിലനിന്നില്ല. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. കോൺഗ്രസ് നിരന്തരം സമരങ്ങൾ സംഘടിപ്പിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ ചെയ്തത്. മാത്രമല്ല, ഇതിൽ നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി K മുരളീധരൻ അടക്കമുള്ള, ഷാഫി പറമ്പിൽ അടക്കമുള്ള, അടൂർ പ്രകാശിനെ പോലുള്ള നേതാക്കളൊക്കെ തന്നെ സജീവമായി രംഗത്ത് വരികയായിരുന്നു. പക്ഷേ BJP-ക്ക് അത് സാധിച്ചില്ല. മുൻപ് യുവതീ പ്രവേശ സമയത്ത് BJP സമരം ഏറ്റെടുത്തതുപോലെ ഇവിടെ ഈ വിഷയത്തിൽ സാധിച്ചില്ല എന്നുള്ളൊരു വിമർശനമാണ് ഉയർന്നത്. അത് പരിഹരിക്കാൻ വേണ്ടി ഇടക്കാലത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും ഒക്കെ സമരങ്ങൾ, ആദ്യം സർക്കാരിനെതിരായുള്ള അഴിമതിക്കും വിശ്വാസവഞ്ചനയ്ക്കുമൊക്കെ പ്രഖ്യാപിച്ച സമരങ്ങളുടെ പേര് ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്കെതിരെ എന്നുള്ളതാക്കി പ്രഖ്യാപിച്ച് അത് നടത്തുകയായിരുന്നു BJP ചെയ്തത്. ഇന്നിപ്പോൾ ഈ വിമർശനം ഉയർന്നതോടുകൂടി BJP പുതിയൊരു സമരം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 24, 25 തീയതികളിൽ സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകളും വളഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ സമരമാണ് BJP ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ സമരം ഏറെ വൈകിപ്പോയി എന്നുള്ള വിമർശനം കൂടി ഉയരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. B. ഗോപാലകൃഷ്ണൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ കൂടിയാണ് ഈ വിമർശനം ഉന്നയിച്ചത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ ന്യൂട്രൽ ആയിട്ടുള്ള ഹിന്ദു വോട്ടുകളിലേക്ക് കൂടി കോൺഗ്രസിന് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്. അത് ശബരിമല നഷ്ടപ്പെട്ടു എന്നാണ് BJP-യുടെ വിലയിരുത്തൽ എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്ക് യു, ഹരി.